സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ മഹത്വം പറഞ്ഞിട്ടുണ്ട്. കുറെ ഹദീസ് ഓതാനുണ്ട്, പക്ഷേ അത് മാത്രം മഹത്വം പറയുമ്പോൾ പിന്നെ തഫ്സീർ പറയാൻ കഴിയൂല. അതുകൊണ്ട് ഒന്ന് രണ്ട് ഹദീസ് മാത്രം. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്ന ഒരു ഹദീസ് കാണാം. മൻ ഖറഅ സൂറത്ത് ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ എന്ന സൂറത്ത് ആരെങ്കിലും ഓതിയാൽ കാന ജസാഉഹു അലല്ലാഹി തആല ജന്നതൻ വഹരീറ. ആ സൂറത്ത് ഓതിയതിന് അല്ലാഹു തആല അവന് പകരം സ്വർഗം കൊടുക്കും. സ്വർഗത്തിലുള്ള നല്ല പുടവ, പട്ടുവസ്ത്രം. ദുനിയാവിലെ പട്ട് പോലെയല്ല സ്വർഗത്തിലെ പട്ട്. ദുനിയാവിലെ പട്ടിന് കാലാവധി ഇല്ലേ? ഉണ്ട്, അവിടുത്തെ കാലാവധി ഇല്ല. അവ നല്ല പട്ടുവസ്ത്രം അല്ലാഹു തആല അവനെ ധരിപ്പിക്കും. എല്ലാ വെള്ളിയാഴ്ചയും അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നിസ്കാരത്തിന്റെ രണ്ടാമത്തെ റക്അത്തിൽ ഓതിയിരുന്ന സൂറത്താണ് സൂറത്തുൽ ഇൻസാൻ. അപ്പൊ ഓതണമെങ്കിൽ നമ്മൾ കാണാതെ പഠിക്കണം എന്നായി. അപ്പോ നമ്മൾ കാണാതെ പഠിക്കേണ്ട ഒരു സൂറത്തും കൂടിയാണ് എന്നാണ് പറഞ്ഞത്. വെള്ളിയാഴ്ച ഒന്നാമത്തെ റക്അത്തിൽ, വെള്ളിയാഴ്ച സുബ്ഹിന്റെ ഒന്നാമത്തെ റക്അത്തിൽ അലിഫ് ലാം മീം തൻസീൽ സജ്ദ സൂറത്ത് ഓതും. സുജൂദൊക്കെ ചെയ്ത് അതാണ് ഓതേണ്ടത്. സബ്ബിസ്മി അല്ലാത്തതാക്കി ഒപ്പിച്ചു പോയാൽ പോരാ. അത് ഒരു ഇമാമിന്റെ ഒരഭിപ്രായം ഹാക്കഥ ഉണ്ട് അങ്ങനെ എന്ന്. പ്രബല അഭിപ്രായം അല്ല. അങ്ങനെയും ഓതാമെന്ന് ഫത്തുഹുൽ അല്ലാമിൽ ഒരു വരി. ഓതേണ്ടത് പ്രധാനമായിട്ടും വെള്ളിയാഴ്ച സുബ്ഹിയില് ഈ സൂറത്തുകളാണ്. സജ്ദാ സൂറത്തും സൂറത്തു ദഹ്റും രണ്ടാമത്തെ റക്അത്ത് എല്ലാ വെള്ളിയാഴ്ചയും അങ്ങനെ ഓതും. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഓത്ത് അങ്ങനെ കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മദീന പള്ളിയിൽ തങ്ങൾ ഓതുമ്പോ ആ ഓത്ത് കേട്ട് പള്ളിയുടെ ചുറ്റും താമസിക്കുന്ന സഹോദരിമാർ ഖുർആൻ ഹിഫ്ളാക്കിയിരുന്നു. അങ്ങനെ ഓത്ത് കേട്ടിട്ടാണ് പള്ളിയിൽ നിന്നുള്ളത്. ഒരു ബീവി പറഞ്ഞല്ല, ബീവിമാരെ സ്വഹാബി വനിതകളുടെ കൂട്ടത്തിൽ ഒരു മഹദി പറഞ്ഞു, ഞാൻ സൂറത്ത് ഖാഫ് ഹിഫ്ളാക്കിയത് വെള്ളിയാഴ്ച ഖുതുബയിൽ തങ്ങൾ ഓതുന്നത് കേട്ടിട്ടാണ്. നമ്മളവിടെ രണ്ടാമത്തെ സ്റ്റേജിലേക്കാണ് നമ്മൾ കിടന്നത്. ഒന്നാം സ്റ്റേജ് നമുക്ക് വേണ്ട, നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിലേക്ക്. അല്ലെങ്കിൽ ഒരായത്ത് ഓതാം, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വഖൂലൂ ഖൗലൻ സദീദൻ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമാ. അവിടെ ആ ഓതുന്ന സ്ഥാനത്ത് ഓതേണ്ട ഇതാണ്. ഏത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖാഫ് വൽ ഖുർആനിൽ മജീദ് ബൽ അജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും ഫഖാലൽ കാഫിറൂന ഹാദാ ശൈഉൻ അജീബ് എന്ന് തുടങ്ങുന്ന സൂറത്ത്. അത് മുഴുവനായിട്ട് ഓതിയിരുന്നു. മുഴുവനായിട്ടും ആ സൂറത്ത് ഹിഫ്ളാക്കിയത് വെള്ളിയാഴ്ചയിൽ നിന്നുള്ള ഓത്ത് കേട്ടിട്ടാണ് എന്ന് സ്വഹാബി വനിതകളിൽപ്പെട്ട ഒരു മഹദി പറയുമ്പോൾ, ഈ മറക്കപ്പുറത്തിരിക്കുന്ന എന്റെ ഉമ്മമാരോട്, ഓൺലൈനിലൂടെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോടും ഞാൻ പറയട്ടെ, പരമാവധി ഖുർആൻ ഹിഫ്ളാക്കാൻ കിട്ടുന്ന നേരത്ത് നിങ്ങൾ സമയം ഉപയോഗപ്പെടുത്തണം. ഖുർആൻ ഹിഫ്ളാക്കുന്നത് നമുക്ക് വലിയ ഖൈറാണ്. മുഴുവനും ഹിഫ്ളാക്കാൻ കഴിയില്ലെങ്കിൽ സുന്നത്തായ സൂറത്തുകളെങ്കിലും നമ്മൾ ഹിഫ്ളാക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. കുറെ പ്രാവശ്യം ഇങ്ങനെ ഓതുമ്പോ ഹിഫ്ളാകും, ശരിയാണ്. അപ്പൊ ഞാൻ യാസീൻ സൂറത്ത്, ഇവിടുന്ന് യാസീൻ സൂറത്ത് ഏതെങ്കിലും ഒരു ആയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഓതിയാൽ ഈ സദസ്സിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റ് പറയും അങ്ങനെ എല്ലാവരും. എന്താ അങ്ങനെ പറയാൻ കാരണം?
യാസീൻ നമ്മൾ ഇടക്കിടക്ക് ഓതിയിട്ടുള്ള ആ ഒരു പരിചയമാണത്. ആ ആയത്ത് അങ്ങനല്ല, അത് തെറ്റിക്കണെന്ന് പറയും. പോകട്ടെ, അൽക്കഹഫ് ഓതിയിട്ട് ഒരു ആയത്ത് ഇങ്ങോട്ട് മാറിയാൽ തന്നെ പറയും ആ ആയത്ത് അങ്ങനല്ല എന്ന് പറയും. ആലിമ്രാനോ സൂറത്തു നിസാ ഓതി മാറി അങ്ങനെ പറയില്ല. കാരണം അതിനോടുള്ള ബന്ധം കുറവായതുകൊണ്ട്. പരിചയമുള്ള സൂറത്തുകൾ ഓതിയിട്ട് ഏതെങ്കിലും ഒന്ന് മാറി അപ്പൊ പറയും ആ ആയത്ത് മാറിയിട്ടുണ്ട്. ബാക്കിലെ മുഅ്മിനീങ്ങൾ പറയും. ഇപ്പൊ സബ്ബീസ്മ അങ്ങനെ ഓതുമ്പോ ഏതെങ്കിലും ഒരു ആയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നിസ്കാരം കഴിഞ്ഞിട്ട് പറയും അവിടെ ഒരു ആയത്ത് മാറിയിട്ടോ എന്ന് പറയും. കറക്റ്റ് ഇപ്പൊ ഇരിക്കുന്ന ആളോട് നിങ്ങൾ സബ്ബീസ്മ 19 ആയത്തൊന്ന് ഓതി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഓതാ ഒറ്റടിക്ക് കഴിഞ്ഞോളന്നില്ല. പക്ഷെ ഓതുന്ന ആൾ ആയത്ത് മാറിയാൽ അത് മാറിയിട്ടുണ്ട് എന്ന് പറയും. അത് കേട്ടിട്ടുള്ള ബന്ധമാണെങ്കിൽ ഓതിയാൽ ഖൽബിലത് ഉറക്കും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഞാൻ ആദ്യമായി പറഞ്ഞത് വെള്ളിയാഴ്ച രാവിലെ ഓതൽ സുന്നത്തുള്ള ഒരു സൂറത്ത് കൂടിയാണ്. വെള്ളിയാഴ്ച നമ്മുടെ ഉസ്താദുമാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ശൈലിയും അങ്ങനെയാണ്. അഭിവന്യരായ ഗുരുവര്യർ ശൈഖുന ചിറീപ്പി ഉസ്താദ് അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. വെള്ളിയാഴ്ച രാവിലെ ഉസ്താദ് സുബഹിക്ക് ഇമാമത്ത് നിൽക്കുകയാണെങ്കിൽ 2ാമത്തെ റക്അത്തിൽ ഈ സൂറത്ത് ഓത്. സൂറത്തു ദഹ്ർ ഓതും. ഫുള്ളായിട്ട് ഓതും, ഹാഫല്ല ഫുള്ളായിട്ട് ഓതും. നിസ്കാരത്തിൽ അതിനാരെയും പെർമിറ്റ് ഒന്നും വേണ്ട, അനുവാദമൊന്നും വേണ്ട, പള്ളി കമ്മിറ്റിന്റെ എഴുത്തൊന്നും വേണ്ട. ആരും കംപ്ലൈന്റോട് വരൂല, വരാൻ പാടില്ല. അത് ഇമാമിന് ഓതൽ സുന്നത്തുള്ളതാണ്. അവിടെ മേലധികാരം ആർക്കുമില്ല.